പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വായനശാലയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി വിലപ്പെട്ട വിവരങ്ങൾ നൽകാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആരോഗ്യ സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ നീലാംബരനാണ്. അദ്ദേഹത്തെ ഞാൻ ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുകയാണ്. അതെ, എനിക്ക് ഒന്നിന് പോണായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. അതൊന്നും സാരമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അത് വല്ലാതെ മുട്ടുന്നുണ്ട്, ഞാനിപ്പോ ഒഴിച്ചു പോവും. എന്താ ഡോക്ടറെ, സ്വകാര്യമായിട്ടാണോ ക്ലാസ് എടുക്കുന്നത്? ഇത് ക്ലാസ് അല്ല, മറ്റൊരു കാര്യം പറഞ്ഞതാ. ചെല്ല് സാറേ, ഓഡിയൻസ് കാത്തിരിക്കുന്നു. എന്റെ ദൈവമേ, നമസ്കാരം. എന്റെ അമ്മോ, പ്രിയപ്പെട്ടവരെ, ജീവൻ രക്ഷാ മാർഗങ്ങളെ കുറിച്ചാണ് എനിക്ക്. അയ്യോ, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലല്ലോ. എന്താ സാറേ? ഒന്നുമില്ല. ജീവൻ രക്ഷാ മാർഗം എന്ന് പറയുമ്പോൾ ഇതിപ്പോ അപകടമാകുമല്ലോ. എന്റെ ദൈവമേ, പ്രസിഡന്റ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു പ്ലീസ്. ക്ലാസ് തുടരട്ടെ സാറേ, ക്ലാസ് തുടരട്ടെ. ഉദാഹരണത്തിന് ഒരാൾക്ക് ഷോക്ക് അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് അയാളെ സ്പർശിക്കരുത്. എന്റെ അമ്മേ, ഒന്നുകിൽ വൈദ്യുതി വിച്ഛേദിക്കുക. മലയാളത്തിൽ പറയൂ സാറേ. എന്ന് വെച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പോ മറ്റോ എടുത്ത് ശക്തിയായി അടിക്കുക. ഞാനിപ്പോ വരാം. ഇയാളിതെങ്ങോട്ടാ വാണം വിട്ട പോലെ ഓടിയത്? ഒന്നും വിചാരിക്കരുത്, പുള്ളിക്കൊരു മൂത്രശങ്ക. ഇപ്പൊ വരും. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു മൂത്രമൊഴിപ്പ്. ദൈവമേ, ഡോക്ടർക്ക് ചോക്കടിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അപ്പു സാറിന് ചോക്കടിച്ചില്ലേ? അയ്യോ, ഞാൻ എന്റെ പുറത്തെ ചൊറിയൊന്ന് മാറ്റിയതാടാ. ഇതിലും ഭേദം സാറ് ഷോക്കടിച്ച് വടിയാവുന്നതായിരുന്നു. അല്ലേ സാറേ? സോറി.